നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടരുത്. എന്റെ കാര്യം നോക്കാനായിട്ടുള്ള പ്രായമൊക്കെ എനിക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്നെ കഴിക്കാൻ വിളിക്കാനും എനിക്ക് വിളമ്പി തരാനും എന്നെ ഉറക്കാനും ഒക്കെ മീരാജിക്ക് എന്താ കാര്യം? കാര്യമില്ലാത്ത കാര്യത്തിന് ഇടപെട്ട് വെറുതെ എന്നെ കൊണ്ട് മുഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിപ്പിക്കരുത്. എല്ലാരും കൂടെ എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ബുദ്ധിമുട്ടിക്കും. ഞങ്ങൾ പറയുന്ന നിനക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അത് നിന്റെ തോന്നല, പിന്നെ നിന്റെ കയ്യിലിരിപ്പിന്റെ. ഇത്രയും നാളും ആരെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിച്ചോ? ഇല്ലല്ലോ. ഓരോന്നും കാണുമ്പോ മുതിർന്നവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വരും. അതിനാകെയുള്ള മാർഗം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാ. പിന്നെ അറിയാവുന്നവർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതും. ഞാൻ എന്തനുസരിച്ചില്ലെന്നാ പറയുന്നേ? ഇന്ന് രാവിലെ എന്തിനാ എന്റെ മുന്നിൽ വെച്ച് ധനുഷിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചേ? ധനുഷേ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. ഞങ്ങളൊന്ന് അടുത്തിരുന്നോ സംസാരിച്ചെന്നോ കരുതി എന്ത് സംഭവിക്കാനാ? അർച്ചനടുത്തേക്ക് ഒരാളെ ഇഷ്ടമല്ലെന്ന് കരുതി അയാൾ മോശക്കാരനാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അവൻ മോശക്കാരനായതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. എനിക്കറിയോ അവനെ കുറിച്ച് വല്ലതും. അന്ന് അവനീ വീട്ടിൽ വന്ന ദിവസം അവനെ എവിടെ വെച്ച് ഞാൻ കണ്ടെന്ന് നിനക്കറിയോ? അറിയാം. ധനുഷിനോട് എല്ലാം പറഞ്ഞു. അവന്തിക ഏട്ടത്തിയായി ആ മുറിന്ന് സംസാരിച്ചവനാണോ ഏട്ടത്തി പുകിലൊക്കെ ഉണ്ടാക്കുന്നത്? എങ്കിലത് വേണ്ട. കാര്യങ്ങളൊക്കെ ധനുഷ് പറഞ്ഞ് എനിക്കറിയാം. ഓ കൊള്ളാം. അപ്പൊ അവൻ ഒരു മുഴ നീട്ടി എറിഞ്ഞിട്ടുണ്ട്. ഒരാളെ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നീ എന്ത് മാനദണ്ഡമാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, നിനക്ക് പറ്റിയ ആളല്ല ഈ പറയുന്ന ധനുഷ് എന്ന് പറയുന്നവൻ. നിനക്കെന്നല്ല, മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്കും. ഞാനും ദേ ഈ നിൽക്കുന്ന മീരടുത്തിയൊക്കെ നിന്റെ പിന്നാലെ നടന്ന് ഓരോന്നും പറയുന്നതേ നാളെ ഒരു സമയം നീ കരയുന്നതും ഞങ്ങൾ തന്നെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ. നീ നേരത്തെ പറയുന്ന കേട്ടല്ലോ, മീരടുത്തേക്ക് ഇതിലൊക്കെ എന്താ കാര്യം? ഒരു കാര്യമില്ലാന്ന് നിന്നെക്കാളും നന്നായിട്ട് ഏടത്തേക്കറിയാം. നീ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല ഇപ്പത് ഏടത്തി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. നീ എങ്ങനെ ജീവിച്ചാലും ഏട്ടത്തിക്ക് എന്താ? ദേ ഇതിങ്ങനെ മുന്നോട്ട് പോയാ കുറച്ചു നാള് കഴിയുമ്പോഴുള്ള നിന്റെ അവസ്ഥ ഓർത്തുള്ള പേടി കൊണ്ടാ ഇങ്ങനെ ഓരോന്നും പറയുന്നത്. ഏടത്തി പറയുമ്പോഴല്ലേ നിനക്ക് കുഴപ്പം. എങ്കിൽ ഞാൻ പറയാം, നീ എത്രയൊക്കെ കിടന്ന് ചാടിയാലും ശരി, നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് 3 തരാം. നിന്നെ അവനെ ഇനി ഒരുമിച്ച് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ട അവനെയല്ല നിന്നെ അവൻ ഞാൻ ആദ്യം അടിക്കുന്നത്. അങ്ങനെ വഴി വിട്ട ഒരു ബന്ധത്തിനും ഈ എടുത്ത് സമ്മതിക്കില്ല. എനിക്ക് ജീവിക്കാൻ എന്തിനാ നിങ്ങളുടെ സമ്മതം? എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ സമ്മതം വേണോന്ന്. ഞാൻ എങ്ങനെ ജീവിക്കണം, ആരോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. എന്റെ നിയന്ത്രണം ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.